പ്രിയപ്പെട്ട ആ, സുഹൃത്തുക്കളെ, ഇങ്ങനെ ഈ മാടായിപ്പാറ എന്നത് എൻ്റെ വീട്ടിനൊരു രണ്ട് ഏരിയൽ ഡിസ്റ്റൻസ് ഒരു 3 കിലോമീറ്റർ മാത്രം അടുത്തുള്ള ഒരു സ്ഥലമാണ്. ആ, ഒന്ന് വളഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്ററിനുള്ളിൽ എത്താവുന്ന ഒരു സ്ഥലമാണ് മാടായിപ്പാറ. ഞാൻ പറയുന്നത് വളരെ ശബ്ദം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തുടർന്നോളൂ. ഓക്കെ. വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഞാൻ മാടായിപ്പാറയെ എനിക്കറിയുന്ന കേരളം എന്നറിയുന്ന ഒരു മാടായിപ്പാറ ഒരു ദേവസ്വം ഭൂമിയാണോ, ക്ഷേത്രഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് അറിയുന്ന ഒരു മാടായിപ്പാറയിൽ നിന്ന് ഇവിടെ പ്രദേശവാസിയായ ഒരാളെന്ന നിലയിൽ എനിക്കറിയുന്ന ഒരു മാടായിപ്പാറയെ പരിചയപ്പെടുത്താനാണ് ഞാൻ ആദ്യം ഇതിൽ ശ്രമിക്കുന്നത്. നമ്മളൊക്കെ സ്കൂളിൽ ഞാൻ അത്യാവശ്യം പരിസ്ഥിതി സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയായ സീക്ക്, അങ്ങനെ പറയാവുന്ന സീക്ക്, ജോൺ സി മാഷൊക്കെ സ്ഥാപിച്ചിട്ടുള്ള സീക്കിന്റെ നിരവധി ക്യാമ്പുകൾ മാടായിപ്പാറയിലായിരുന്നു. ഒപ്പം സീക്കിന്റെ മഴക്കാല സഹവാസങ്ങൾ മാടായിപ്പാറയിലായിരുന്നു. സീക്ക് മാത്രമല്ല, ശാസ്ത്രായത്ത പരിഷത്തും ഒക്കെ മാടായിപ്പാറ ആ രീതിയിൽ തെരഞ്ഞെടുത്തൊരു സ്ഥലമായിരുന്നു. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഒരു സീക്കിന്റെ ഒരു നൈറ്റ് ക്യാമ്പിൽ അവിടെ പങ്കെടുത്തിട്ടുള്ളത്. അവിടെയുള്ള PWD സ്റ്റോഴ്സിലാണത് ആ പരിപാടി ഉണ്ടായിരുന്നത്. അങ്ങനെ രാത്രി മുഴുവൻ അവിടെ നിന്നിട്ടാണ് ക്യാമ്പ്. അന്നൊന്നും മാടായിപ്പാറ എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു ഭൂപ്രദേശം, വളരെ സുന്ദരമായ വിശാലമായ ഒരു ഭൂപ്രദേശം എന്നല്ലാതെ അന്ന് മാത്രമല്ല, അതിന് ശേഷം എപ്പോഴെങ്കിലും അവിടെ വരുന്ന ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവില്ല. കാരണം അത് നീലപ്പൂക്കളെ കുറിച്ചിട്ടാണ്. മാടായിപ്പാറ എന്ന് പറഞ്ഞാൽ വലിയ നീലപ്പൂ വസന്തം എന്ന് പറഞ്ഞിട്ട് എല്ലാ പത്രങ്ങളിലും വരുന്നതാണ്. പിന്നീടാണ് അവിടെ പോകുമ്പോൾ തന്നെ അറിയാം, അവിടെ ചൈനാക്കളെ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന പരിസ്ഥിതി സമരങ്ങളിലൊന്നും നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മാടായിപ്പാറ. അങ്ങനെ അല്ലാതെ ഒപ്പം 1980-കളിൽ മറ്റോ കെ കരുണാകരനാണ് തറക്കല്ലിടുന്നത്. ആ മാടായിപ്പാറക്കാണ് ഒരു വിമാനത്താവളത്തിന് ചെറിയൊരു എയർ സ്ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരു തറക്കല്ലിടൽ നടത്തുന്നത്. അതിനൊക്കെ എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായി വന്നു. ആ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി വന്നത് ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നല്ല, തീർച്ചയായിട്ടും പരിസ്ഥിതി സംഘടനകളുടെയും മാടായിപ്പാറയെ സ്നേഹിക്കുന്ന ചുറ്റുപാടുള്ള മനുഷ്യരുടെയും ഭാഗത്തു നിന്നാണ്. മാടായിപ്പാറയില് തിരുവർക്കാട്ട് ദേവസ്വത്തിന്റെ, അതായത് മാടായിക്കാവ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രം മാടായിപ്പാറയുടെ ഒരു വശത്തുണ്ട്. അതിന്റെ ഒരു കാവുണ്ട്. നമ്മൾ ആ കാവിലൂടെയൊക്കെ തന്നെ ജൈവവൈവിധ്യ പഠനത്തിന്റെ ഭാഗമായിട്ട് മാടായിപ്പാറയിൽ പോയി കഴിഞ്ഞാൽ ഈ കാവിലും കൂടെ ഒന്ന് കയറിയിട്ടാണ് പലപ്പോഴും വരാറ്. പിന്നെ വടുകുന്ന ക്ഷേത്രം ഏറെക്കുറെ മാടായിപ്പാറയുടെ മധ്യഭാഗത്തായിട്ടുണ്ട്. ഈ മാടായിപ്പാറ ഒരു ഇടനാടൻ ലാറ്ററൈറ്റ് പരപ്പാണ്, ഒരു ചെങ്കൽ പരപ്പാണ്. മിഡ്ലാൻഡ് ലാറ്ററൈറ്റ് എന്ന് പറയുന്ന ഏഴുമലയുടെ ചെരുവിലുള്ള വളരെ ജിയോഗ്രാഫിക്കലി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഈ ചൈനാക്കളെ മൈൻ ചെയ്ത സ്ഥലത്തിന്റെ താഴോട്ട് നമ്മൾ ആ മൈൻ ചെയ്തതിന്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് താഴെ കൽക്കരിയുടെ ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഏതോ ഒരു കാലത്ത് കാടായിരിക്കുകയും പിന്നീട് കടല് തലോടി തലപ്പ് പരന്നു പോയൊരു സ്ഥലം എന്നാണ് പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ജിയോളജിക്കലായ അത്തരത്തിലുള്ള ജിയോഗ്രാഫി വിദഗ്ധരൊക്കെ തന്നെ പറയാറ്. അത്തരത്തിലുള്ള ഒരുപാട് സവിശേഷതകളുള്ള സ്ഥലം. നിരവധി തവളകളെ മാടായിപ്പാറയിൽ നിന്ന് മാത്രം ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം നിരവധി സസ്യജനുസുകളെ മാടായിപ്പാറയിൽ നിന്ന് മാത്രം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഗവേഷകരുടെയും വിദ്യാർത്ഥികളുടെയും ചരിത്ര കുതുകളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരു ജൂതക്കുളമുണ്ട്, പഴയൊരു കോട്ടയുടെ അവശേഷിപ്പുണ്ട്, അങ്ങനെയൊക്കെ തന്നെ. എവിടെയെങ്കിലും വിശാലമായ വടുകുന്ന തടാകം, ഒരിക്കലും മറ്റാത്ത വടുകുന്ന തടാകം, അവിടെ നടക്കുന്ന പൂരംകുളി ഒരു സാംസ്കാരിക പരിപാടിയായിരുന്നു. പിന്നീട് ഇപ്പുറത്തുള്ള ഈ തടാകങ്ങളും മറ്റാത്ത പാറക്കുളങ്ങളും അങ്ങനെയുള്ള ഒരു പ്രദേശം എന്നല്ലാതെ മാടായിപ്പാറയെ കുറിച്ചിട്ട് മറ്റ് ഈ ദേവസ്വം ഭൂമി എന്ന രീതിയിലുള്ള ഇപ്പൊ പറയുന്ന ക്ഷേത്രഭൂമി എന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു അറിവ് അവിടെ ഉണ്ടായിരുന്ന ആർക്കും ഇല്ല എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ പല ഘട്ടങ്ങളിലും ഇപ്പോ ചൈനാക്കളെ മൈനിങ് എന്ന് സമരം നടക്കുന്ന സമയത്ത് ആ ക്ഷേത്രഭൂമി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ ഭൂമി എന്ന് പറയുന്ന കോടതിയിലൊക്കെ ആ രീതിയിലുള്ള സംഗതികളുമായിട്ട് പോയിട്ടുണ്ടാവും. ഇപ്പൊ കേരളയിലിന് പോലും മാടായിപ്പാറയുടെ അടിവശത്തൂടെ തുറന്നിട്ടാണ് കേരളയിലിന് വേണ്ടിയിട്ടുള്ള കേരളയിലിന്റെ പ്ലാൻ ഉള്ളത്. മാടായിപ്പാറയുടെ അവിടെ ഒരു അണ്ടർപാസ് തുരങ്കം പോലെ ആക്കിയിട്ട്, മാടായിപ്പാറയുടെ ഇടയിൽ ഒരു തുരങ്കം പോലെ ആക്കിയിട്ടാണ് കേരളയിൽ പോലും പോകാൻ പറ്റും. കേരളയിലെ കുറ്റി പോലും മാടായിപ്പാറയിലെ ആ സർവേയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഈ ഘട്ടങ്ങളിൽ ഒന്നും ഇല്ലാത്ത ഒരു പ്രശ്നമാണ് പുതുതായിട്ട് ഉയർന്നു വരുന്നത്. ആ പ്രശ്നത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സാഹചര്യം നമ്മൾ അറിയണമെന്നുള്ളതാണ്. ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് മാടായിപ്പാറ ദേവസ്വം ഭൂമിയാണെന്ന് പറയുമ്പോൾ മാടായിപ്പാറയിൽ വരുന്ന ഏതെങ്കിലും ഒരാൾക്ക് അവിടെ മാടായി കോളേജ് ഉണ്ട്, ITI ഉണ്ട്, വാദിഹൂദ സ്കൂളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ അതിന്റെ മുകളിൽ മാടായി ബോയ്സ് ഗേൾസ് ഹൈസ്കൂളുകളുണ്ട്. അപ്പോ ഈ സ്ഥാപനങ്ങളൊക്കെയുള്ള ഒരു സ്ഥലം, അതിന് ഇടയിലുള്ള ഒരുപാട് റോഡുകൾ, എല്ലാവരും ഉപയോഗിക്കുന്ന റോഡുകൾ,
ഞായറാഴ്ചകളിലും എല്ലാ സായാഹ്നങ്ങളിലും ധാരാളം ആളുകൾ ഒത്തുകൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം. മാടായിപ്പാറയുടെ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ തന്നെ പലപ്പോഴും അവിടെ മാടായിപ്പാറ സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഈ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഈ മാടായിപ്പാറക്കകത്തൂടെ വണ്ടി ഓടിക്കുന്നതൊക്കെ പലപ്പോഴും അത് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെക്കാറുണ്ടായിരുന്നു. ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കരുത്, കംപ്ലീറ്റ് നടപടി ആയി കഴിഞ്ഞാൽ ആ നീലപ്പൂക്കളുള്ള സ്ഥലത്തിന്റെ ഒരു ജൈവ വൈവിധ്യത്തിന്റെ ഒരു സമൃദ്ധി നഷ്ടമാവും എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിൽ അങ്ങനെയൊക്കെ ഞാനടക്കം പോയിട്ടുണ്ടായിരുന്നു. മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ കൂടെ, സംരക്ഷണ സമിതിയുടെ കുറച്ച് പ്രവർത്തകരുണ്ട്, അവരുടെ കൂടെ ഈ മാടായിപ്പാറക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടിയല്ല, ആളുകളോട് അത് വിലക്കുന്നതിനും അങ്ങനെ പോകരുതെന്നൊക്കെ പറയുന്ന പരിപാടികൾക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് അതിന്റെ ഒരു യഥാർത്ഥമായ മാടായിപ്പാറയുടെ ചിത്രം. പക്ഷെ ഈ തിരുവോണത്തിന് പെട്ടെന്ന് ഒരു ദിവസം അത് മാറുകയാണ്. തിരുവോണത്തിന് കുറച്ച് കുട്ടികൾ, അല്ലെങ്കിൽ യുവതികളായ കുട്ടികൾ തന്നെ പറയാം, വിദ്യാർത്ഥികൾ, ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, നമ്മൾ അറിയുന്നത് മാടായിപ്പാറയിൽ ഇങ്ങനെ ഒരു ഇത് നടന്നു. പോലീസ് ഇട്ടിട്ടുള്ള ഒരു FIR-ലൂടെയാണ് ഈ വാർത്ത, ഞാനൊരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്, അവിടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും, പോലീസ് ഇട്ടിട്ടുള്ള ഒരു FIR-ലൂടെയാണ് ഇത് വാർത്തയായിട്ട് പുറത്തേക്ക് വരുന്നത്. അതെങ്ങനെയായിരുന്നു? മാടായിപ്പാറയില് പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയ 30 പേർക്കെതിരെ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുക എന്ന അടക്കമുള്ള വകുപ്പുകൾ പ്രയോഗിച്ചിട്ട്, ആ വാക്കുകളൊക്കെ പ്രയോഗിച്ചിട്ട് ഒരു കേസെടുത്തു എന്നതാണ്. അവിടെ ആ വാർത്തയിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ആ വാർത്ത വാർത്ത വന്ന മണിക്കൂറുകളിൽ പ്രചരിച്ചതും വാർത്ത അങ്ങനെ തന്നെയായിരുന്നു. പോലീസ് സ്വമേധയാ കേസെടുത്തു എന്നുള്ളത്. സ്വമേധയാ പോലീസിന് തോന്നി, അപ്പോ പോലീസ് കേസെടുത്തു. 30ഓളം പ്രവർത്തകർ അതുവഴി നടത്തുന്നു. ഈ ഘട്ടത്തിൽ പോലീസിനല്ലാതെ മറ്റാർക്കെങ്കിലും മാടായിപ്പാറയില് ഈ ആളുകൾ നടന്ന, ഈ കുട്ടികൾ നടന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയില്ല. പിന്നീട് ചില സോഷ്യൽ മീഡിയ സംഭവങ്ങളിലൊക്കെ ഈ അടുത്ത കാലത്ത്, കഴിഞ്ഞ ദിവസമൊക്കെ വന്നതിൽ കണ്ടു, ഈ ആളുകൾ അവിടത്തേക്ക് പോകുമ്പോൾ പേടിച്ചിട്ട്, അവിടെയുള്ള ആളുകളൊക്കെ ഈ പ്രകടനമായിട്ട് ഇവർ പോയപ്പോൾ പേടിച്ചിട്ട് ആളുകളൊക്കെ എങ്ങോട്ടോ ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ശുദ്ധ അസംബന്ധമാണ്. അത് പറയുന്നതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. കുറെ കുട്ടികൾ വരുന്നു, അവരൊരു ബാനർ പിടിക്കുന്നു, അവര് പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചിട്ട്, മാടായിപ്പാറ അതിവിശാലമായ ഒരു സ്ഥലമാണ്. അവിടെ ഒരു അങ്ങേയറ്റത്തുള്ള ഒരു ബസ് നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു ഒരു തീപ്പെട്ടി പോലെ തോന്നുന്ന അത്രയും വിശാലമായ റോഡ്, ഒരു പ്രദേശത്ത് ഒരു 30 കുട്ടികൾ ഒരു സ്ഥലത്ത് പ്രകടനം നടത്തിയിട്ട്, അതും പെൺകുട്ടികൾ പ്രകടനം നടത്തിയിട്ട് മറ്റുള്ളവരൊക്കെ പേടിച്ച് ഓടിപ്പോയി എന്നൊക്കെ പ്രചരണം നടത്തുന്നത് അങ്ങേയറ്റം ബാലിശമാണ്. ആ പ്രചരണം നടത്തുന്നതിൽ ഏറ്റവും മുന്നിലുള്ളത് രാഷ്ട്രീയം തന്നെ പറഞ്ഞാൽ CPM-ന്റെ സൈബർ അണികളും CPM-ന്റെ അത്തരത്തിലുള്ള ആളുകളുമാണ്. അതാണ് ഏറ്റവും ഖേദകരമായ അതിലത്തെ വസ്തുത. ആരും എങ്ങോട്ട് ഓടിപ്പോയതൊന്നുമല്ല, അങ്ങനെ ഓടിപ്പോയിട്ടില്ല. അവരവിടെ ഒരു യഥാർത്ഥത്തിൽ പുതിയ കാലത്തെ ഒരു പ്രതിഷേധങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പ്രതിഷേധം കാണുന്ന ആളുകളെ അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രകടനം നടത്തുമ്പോൾ ആ പ്രകടനം നടത്താൻ ചുറ്റും കൂടിയ ആളുകളെയല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ആ പ്രകടനം റീൽസ് ആയിട്ടോ, അതിന്റെ ഫോട്ടോ ആയിട്ടോ, അതിന്റെ വീഡിയോ ആയിട്ടോ, അതിന്റെ ഫേസ്ബുക്ക് ലൈവ് ആയിട്ടോ അതെങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അത്തരത്തിലുള്ള പ്രകടനമൊക്കെ നടത്തുന്നത്. പുതിയ കാലത്ത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകരും ആലോചിച്ചത് ഒരുപക്ഷെ അത്രയും നല്ല സീനിക് ബ്യൂട്ടിയുള്ള ഒരു സ്ഥലത്ത് അത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം നടത്തുക. ഇതിന് ഇത്രമാത്രം വലിയൊരു ദുർവ്യാഖ്യാനം ഉണ്ടാവുന്ന ഉറപ്പിച്ച് പറയാൻ പറ്റും സ്വപ്നത്തിൽ പോലും അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞത്, ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു കൺവെൻഷൻ തൊട്ടടുത്ത്, അവിടെ നിന്ന് ഒരു 5, 6, 7 കിലോമീറ്ററിനുള്ളിൽ യാത്രക്കടുത്തുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടന്നിരുന്നു. 2 ദിവസമാണെന്നാണ് തോന്നുന്നത്. അന്ന് വൈകുന്നേരം, അത് ഈ ഓണം വെക്കേഷനെ അനുബന്ധിച്ച് തന്നെയായിരിക്കും വെച്ചിട്ടുള്ളത്. അന്ന് വൈകുന്നേരം ഇതിന് സമാപനമായിട്ട് അവരൊരു ചെറിയൊരു ടൂറോ, ഒരു പിക്നിക് പോലെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നു. നമ്മളിവിടെയൊക്കെ ഇപ്പോൾ എൻ്റെ ഈ പ്രദേശത്ത് ഒക്കെ തന്നെ തൊട്ടടുത്ത് എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാടായിപ്പാറയാണ്. ഇപ്പൊ അതിന്റെ തൊട്ടപ്പുറത്തുള്ള ചില പാർക്കുകളൊക്കെ തന്നെ, കായലോര ടൂറിസം ഒക്കെ തന്നെ കുറച്ച് വന്നിട്ടുണ്ടെങ്കിലും, പക്ഷെ മാടായിപ്പാറ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും പോയി ഒരു ഫോട്ടോ എടുക്കാനും അങ്ങനെ നടക്കാനും ഒക്കെ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം മാടായിപ്പാറ തന്നെയാണ്. അങ്ങനെയാണ് ഈ കുട്ടികൾ ഈ യോഗം കഴിഞ്ഞ ഉടനെ, ഇവരുടെ സമ്മേളനം കഴിഞ്ഞ ഉടനെ, അവരെ അടുത്ത കൊല്ലത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന സമ്മേളനമാണെന്നാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഒരു പിക്നിക് പ്ലാൻ ചെയ്തു. പിക്നിക് പ്ലാൻ ചെയ്യുമ്പോൾ അവർ തന്നെ ഉള്ളിൽ ഒരു സാധനം വരുന്നു, ഈ ഗസയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു വിനോദസഞ്ചാര ആ രീതിയിലുള്ള ഒരു പിക്നിക്കിൽ അതിന് സന്നദ്ധരാവുന്നില്ല. അവരൊരു പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി കൂടി നടത്താമെന്ന് പ്ലാൻ ചെയ്തു. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതായിരിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ. അങ്ങനെ തന്നെയാണെന്നാണ് അവരുടെ വിശ്വാസ യോഗ്യമായ വൃത്തങ്ങൾ എന്നൊന്നും അറിയാൻ സാധിച്ചത്.
അങ്ങനെ അവര് ആദ്യം മാടായിപ്പാറയിലേക്കല്ല പോകാൻ ഉദ്ദേശിച്ചത്, തൊട്ടപ്പുറത്തെ ആ, കടലോരത്തേക്കാണ്. കുറെ മട്ടൂൽ ബീച്ച് ആയാലും ഇങ്ങനെയുള്ള കുറെ ബീച്ചുകളുണ്ട്, അങ്ങനെ ഒരു സ്ഥലമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്തുകൊണ്ടോ അവര് അവിടെ എത്താതെ മാടായിപ്പാറ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമല്ല എന്ന രീതിയിൽ മാടായിപ്പാറയിലേക്ക് മാറ്റുന്നു എന്നാണ് പറഞ്ഞത്. അത്ര മാത്രമാണ് അതിലുള്ളത്. അവരവിടെ പോകുമ്പോൾ അവർക്ക് ഒരു കാരണവശാലും അറിയാൻ സാധ്യതയില്ല. ഇവിടെയുള്ള ആ മാടായിപ്പാറയ്ക്ക് ചുറ്റും 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പൊതുപ്രവർത്തകരായ ആളുകൾക്ക് പോലും ഇപ്പോഴും, മാധ്യമ പ്രവർത്തകർക്ക് പോലും ഇപ്പോഴും അതൊരു റവന്യൂ പുറമ്പോക്ക് ലാൻഡ് ആണെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ ഒരു സമരം നടത്തുന്ന ഒരു സ്ഥലത്തിന്റെ അടിയാധാരം തപ്പിയിട്ട് അല്ല നമ്മളാരും ഒരു പ്രകടനം നടത്തുക, ഒരു പരിപാടിക്ക് പങ്കെടുക്കുക. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ പുതിയ കാലം നമ്മളെ അതുകൂടി പഠിപ്പിക്കുകയാണ്. ഈ ചുറ്റുവട്ടത്തിലെ ആളുകൾക്ക് പോലും മാടായിപ്പാറ ദേവസ്വത്തിൻ്റെതാണ്, ആ ഭൂമി ദേവസ്വത്തിന്റെ ആണെന്ന് അറിയില്ല. അതൊരു പൊതുഭൂമി പോലെയാണ് ആളുകൾ കണക്കാക്കുന്നത്. അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒട്ടും അറിയില്ല. ഒരു ഇസ്ലാമിക് ഓർഗനൈസേഷനിലെ കുട്ടികൾക്ക് അത് യാതൊരു സാധ്യതയില്ല. പിന്നെ അവർ പല സ്ഥലത്തും വന്നതാണ്. അങ്ങനെ അവരവിടെ, അതൊരു ടൂറിസം സ്ഥലം, ഒരു കടലോരാണ് ഉദ്ദേശിച്ചത്. ഒരു കടലോരത്തെ മനോഹരമായ സായാഹ്നത്തിൽ ഒരു പലസ്തീൻ അനുകൂല പ്രകടനം നടത്തുക. അതിന്റെ ഒരു റീൽസ് സാധ്യതയൊക്കെ, റീൽസ് അല്ല, പുതിയ കാലത്ത് അത്തരത്തിലുള്ള ഒരു വീഡിയോ സാധ്യതയും കൊടുക്കാൻ നമ്മൾ പരിഗണിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണല്ലോ പുതിയ എല്ലാ സമരങ്ങളും, അങ്ങനെയാണ്. സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റുമുള്ള നാലാൾ കാണാൻ വേണ്ടിയിട്ടല്ല, അത് ഷെയർ ചെയ്യപ്പെടുന്ന സ്ഥലത്തുള്ള ആളുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയാണ്. അങ്ങനെ നടത്തിയ, വളരെ നിഷ്കളങ്കമായിട്ട് അങ്ങനെ നടത്തിയ ഒരു സംഗതി. അപ്പോഴും അവർക്കറിയില്ല ഇത് ദേവസ്വം ലാൻഡ് ആണെന്ന്. പോലീസിന്റെ ആദ്യത്തെ FIR-ലും പറയുന്നില്ല അത് ദേവസ്വം ലാൻഡ് ആണെന്ന്. ക്ഷേത്രഭൂമി എന്ന വാക്കുമില്ല. പലസ്തീൻ അനുകൂല പ്രകടനം കഴിഞ്ഞ ദിവസം CPM-ന്റെ ജില്ലാ സെക്രട്ടറി പഴയങ്ങാടി നടത്തിയ മീറ്റിംഗിൽ പ്രസംഗിച്ചു. അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഏത് തലക്ക് വെളിവില്ലാത്തൊരു പോലീസുകാരനാണ് ഈ FIR-ൽ ഇങ്ങനെ പലസ്തീൻ അനുകൂല പ്രകടനം സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കും എന്ന് എഴുതി വെച്ചത് എന്ന് പറഞ്ഞു. അതില് സഖാവ് രാജേഷിനെ സമ്മതിക്കുന്നു. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജേഷ് ആ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗത്ത് മുഴുവൻ അതൊന്നുമല്ല പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി ഒരു വശത്തും RSS മറ്റൊരു വശത്തും വളരെ തീവ്രമായ വർഗീയ കാർഡിറക്കി കളിക്കുകയാണ് മാടായിപ്പാറയിൽ എന്നൊക്കെയാണ് പറഞ്ഞത്. അത് വസ്തുതയില്ലാത്ത കാര്യമാണ്. RSSന്റെ കാര്യം ശരിയാണ്, ഹിന്ദു സംഘടനകളുടെ കാര്യം ശരിയാണ്, CPM-ന്റെ കാര്യവും ശരിയാണ്. പക്ഷേ വസ്തുതാപരമായിട്ട് പറയാം, ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും രീതിയിൽ, ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ മാടായിപ്പാറയെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളെയല്ല, ആ ആളുകളെ അയക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇതിങ്ങനെ ഈ സംഘടന, ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അങ്ങനെ ഒരു പ്രതിഷേധ സമരം അല്ലെങ്കിൽ അങ്ങനെ ഒരു പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം മാടായിപ്പാറയിൽ നടത്തിയത് പോലും അവരുടെ ജമാഅത്തെ ഇസ്ലാമിയോ അത്തരത്തിൽ അതിന്റെ ഭാരവാഹികൾ അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. നമുക്ക് വസ്തുതകളായിട്ട് തന്നെ കാണുന്നില്ലേ. അങ്ങനെയാണ് അങ്ങനെ ഒരു പ്രകടനം നടക്കുന്നത്. ഇനി അടുത്തത്, ഈ മാടായിപ്പാറയിലെ ലാൻഡിന്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഭൂമിയൊക്കെ തന്നെ നമ്മുടെ നാടും ഈ മാടായിപ്പാറ ഈ പ്രദേശങ്ങളൊക്കെ ചരക്കൽ കോവിലകത്തിന്റെ കീഴിലായിരുന്നു. 200 വർഷം മുമ്പ് ചരക്കൽ കോവിലകം 38 ക്ഷേത്രങ്ങൾക്കായിട്ട് ഭൂമി കുറെ കൊടുത്തു. അതിൽ ഉള്ള 925 ഏക്കർ സ്ഥലമാണ് ഏകദേശം, റവന്യൂ രേഖകൾ പ്രകാരം 925 ഏക്കറോളം സ്ഥലമാണ് മാടായിപ്പാറ. ആ മാടായിപ്പാറയിലെ കുടിയാൻ വാര പാട്ടത്തിനൊക്കെ കൊടുത്തിട്ടുള്ള ഭൂമിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളത് 278 ഏക്കറാണ് ഇപ്പോ തിരുവർക്കാട്ട് ദേവസ്വത്തിന്റെ കീഴിലുള്ളത്. പണ്ട് ക്ഷേത്രത്തിന്റെ കീഴിലായിരുന്നു, ബ്രഹ്മസ്വമായിരുന്നു, ദേവസ്വമായിരുന്നു. ക്ഷേത്രങ്ങളുടെ കീഴിലോ ജന്മിമാർ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഭൂമിയുടെ റവന്യൂ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ആ രീതിയിൽ തിരുവർക്കാട്ട് ദേവസ്വത്തിന്റെ കയ്യിൽ 278 ഏക്കറാണ് ഈ കഴിഞ്ഞ് അവര് പക്ഷെ നികുതി അടക്കുന്നത് 300 ഏക്കറിനാണ്. അത് ഒരു വസ്തുതയാണ്. ആ 300 ഭൂമിയാണ് ഇങ്ങനെ പാറപ്പരപ്പായിട്ട് കുറെ സ്ഥലം കിടക്കുന്നത്. പക്ഷെ മാടായിപ്പാറ മുഴുവനായിട്ടും തിരുവർക്കാട്ട് ദേവസ്വത്തിന്റെ അല്ലതാണ്. അതിൽ തന്നെ ഈ തിരുവർക്കാട്ട് ദേവസ്വം തന്നെ 1950, 50, 51, 52 കാലത്താണ് ഈ തിരുവർക്കാട്ട് ദേവസ്വം തന്നെ അവിടെയുള്ള ഇപ്പോൾ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങൾക്കും ഭൂമി കൊടുക്കുന്നത്. അത് പലതും സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. ആ മാടായിപ്പാറയുടെ തിരുവർക്കാട്ട് ദേവസ്വത്തെ അല്ലെങ്കിൽ മാടായിക്കാവ് കമ്മിറ്റിയൊക്കെ ഇപ്പോഴത്തെ കമ്മിറ്റി അല്ല. തിരുവർക്കാട്ട് ദേവസ്വത്തിന്റെ ഒക്കെ ചരിത്രം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പുറന്നിട്ടുള്ള ഒരു ദേവസ്വം അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്ര ഭാരവാഹികൾ അങ്ങനെയുള്ള മനുഷ്യരായിരുന്നു എല്ലാ കാലവും. ആ മാടായിപ്പാറയ്ക്ക് തന്നെയുള്ള മാടായിപ്പാറയുടെ ചെരുവുകളിലുള്ള 3 മുസ്ലിം പള്ളികൾക്ക് ഭൂമി സൗജന്യമായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ തിരുവർക്കാട്ട് ദേവസ്വമാണ്. അല്ലെങ്കിൽ മാടായിക്കാവിന്റെ ഭൂമിയാണ് സൗജന്യമായിട്ട് 51, 52 കാലത്ത് കൊടുക്കുന്നത്. സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്.
അത്തരത്തിലൊരു സ്പർദ്ധ ഒരു ഘട്ടത്തിലും മാടായി പ്രദേശത്ത് മുസ്ലിങ്ങൾ ധാരാളം ഉള്ള ഒരു പ്രദേശമാണ്. മാടായിക്കാവും വടുകുന്ന ക്ഷേത്രവും ഈ മാടായി പാറയുന്നൊക്കെ ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വർഗീയമായിട്ടുള്ള ഒരു കലാപമോ അത്തരത്തിൽ ഏതെങ്കിലും അസ്വാരസ്യങ്ങളോ ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ ഇന്നേ വരെ പറയാൻ പറ്റില്ല. ഈ പറയുന്ന ആളുകൾക്ക് ആർക്കും പറയാൻ പറ്റില്ല മാടായിപ്പാറയുമായി ബന്ധപ്പെട്ടിട്ടോ മാടായിക്കാവുമായി ബന്ധപ്പെട്ടിട്ടോ മുസ്ലിം ഇല്ല, അങ്ങനെ ഒരു സംഗതി പലപ്പോഴും ഇല്ല. അത് മാടായിപ്പാറ എന്ന് പറഞ്ഞാൽ മാടായിയിലെ മുസ്ലിം ജനങ്ങളുടെ കൂടി ഒരു വൈകാരികമായ അറ്റാച്ച്മെന്റുള്ള ഒരു സ്ഥലമാണ്. അവരും ചെറുപ്പം മുതലേ കണ്ടു വളരുന്ന ഒരു പാറയാണ്. അതുകൊണ്ട് ഒരു പാറയും ഒരു അതിസുന്ദരമായ ഒരു ഭൂപ്രദേശം. അവിടുത്തെ വടുകുന്ന ക്ഷേത്രമായിട്ടോ മാടായിക്കാവുമായി ബന്ധപ്പെട്ടിട്ടോ ഇന്നേ വരെ പഴങ്ങാട് പോലീസ് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു വർഗീയ കലാപങ്ങളോ അപ്പൊ പെട്ടെന്ന് എളുപ്പം പറയാൻ പറ്റും. അപ്പൊ പുറമേ നിന്നുള്ള ആളുകൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയതാണ്? ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടത്തുന്നത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കും എന്ന് പറയുന്ന പോലീസുകാരന് തലക്ക് വെളിവില്ലാന്ന് കെ രാഗേഷ് CPM ജില്ലാ സെക്രട്ടറി പറയുന്നു. അത് മനസ്സിലാക്കാം. പക്ഷേ ഈ പോലീസുകാരൻ പറഞ്ഞ സാധനമാണ്. കെ രാഗേഷ് ഈ മീറ്റിംഗ് വിളിക്കുന്നത് മാടായിപ്പാറയിലെ ഈ പ്രശ്നങ്ങൾ വിവാദം കഴിഞ്ഞിട്ട് 3, 4, 5 ദിവസം കഴിഞ്ഞിട്ടാണ്. മാടായിപ്പാറയിലെ ഈ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും BJPയുടെ ഒക്കെ പ്രകടനം നടക്കുകയൊക്കെ ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് CPM ജില്ലാ സെക്രട്ടറിയുടെയും CPM മാടായി ഏരിയ കമ്മിറ്റിയുടെ ഒരു വിശദീകരണ യോഗം നടക്കുന്നത്. അന്ന് വരെ CPM ഇതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ദേശാമാനി അത് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും പിറ്റേ ദിവസത്തെ ദേശാമാനി പത്രം അത് റിപ്പോർട്ട് ചെയ്തിട്ട് പോലുമില്ല. അങ്ങനെ ഒരു സംഭവം പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടന്നതും അവിടെ പോലീസ് കേസെടുത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അത്തരത്തിൽ ഇവിടുത്തെ ലോക്കൽ പേജിലൊന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പക്ഷെ 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത് ഈ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് തലക്ക് വെളിവില്ലാത്ത പോലീസുകാരനായിട്ട് വെച്ചു. പക്ഷേ ഈ 4 ദിവസം CPM സൈബർ സഖാക്കള് മുഴുവൻ നടത്തിയിട്ടുള്ളത് സമ്പൂർണമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള വർഗീയമായ പ്രചരണമായിരുന്നു. അതിനെ വർഗീയ പ്രചരണം തന്നെ. സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന പോലീസുകാരൻ ഒരു ചെറിയ FIR എഴുതി വെച്ചിട്ടുള്ളൂ. പക്ഷെ CPMകാർ മുഴുവൻ അവരുടെ എല്ലാം ഫേസ്ബുക്ക് വാളുകളിൽ അവരുടെ സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം ഇത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാനാണെന്ന് എഴുതി വെച്ചു. അപ്പോ രാഗേഷ് പറഞ്ഞിട്ടല്ല ഈ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുക വെളിവില്ലാത്തതെന്ന് പറയുന്ന ഗണത്തിൽ CPM സൈബർ അണികൾ മുഴുവൻ വരും. ഈ സൈബർ അണികൾ 3-4 ദിവസം ഇത് തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, സ്പർദ്ധ ഉണ്ടാക്കാനാണ്. ഇവർ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്നതാണ്. ഇതൊരു കേന്ദ്രത്തിൽ നിന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോ അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു. ഇനി മറ്റൊരു വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യം പരിശോധിക്കുന്നുണ്ട്. ഈ മാടായിപ്പാറയിൽ വരുന്ന ഒരാൾക്ക് അത് ദേവസ്വത്തിന്റെ ഭൂമിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തെളിവ് ആ മാടായിപ്പാറയിൽ എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? മാടായിപ്പാറയിലേക്ക് ആർക്കും വരാം. അത് ദേവസ്വത്തിൻ്റെതാണെന്ന ഭൂമി എന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സ്ഥലത്ത് കയറി വരുമ്പോൾ തന്നെ PWD ഗസ്റ്റ് ഹൗസ് കഴിഞ്ഞ് വളഞ്ഞു പോയി കഴിഞ്ഞാൽ മാടായി കോളേജ് ദൂരെ കാണാം. അവിടുന്ന് കുറെ അപ്പുറത്ത് കുറച്ച് വീടുകൾ കണ്ട് കോട്ടയുടെ അവശേഷിപ്പ് കാണാം. അവിടുന്ന് കുറെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ വിശാലമായ റോഡാണ്. അങ്ങ് ദൂരെ പിന്നെ വടുകുന്ന ക്ഷേത്രം കാണാം. അങ്ങനെ വടുകുന്ന ക്ഷേത്രത്തിനും ഒരു കോമ്പൗണ്ട് വാളുണ്ട്. വടുകുന്ന ക്ഷേത്രത്തിൽ ഒരു കോമ്പൗണ്ട് വാളിൽ ഒരു ക്ഷേത്രമുണ്ട്. കുറെ കൂടെ അപ്പുറത്ത് പോയാൽ വാദിഹൂദ സ്കൂള് കാണാം. ഇപ്പുറത്ത് കുറച്ചും കൂടെ പോയാൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാണാം. അപ്പോ ആ ബാക്കിയുള്ള സ്ഥലം ദേവസ്വത്തിന്റെ ആണെന്ന്, ഈ നമ്മൾ നടക്കുന്ന സ്ഥലമൊക്കെ ദേവസ്വത്തിന്റെ ആണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ആ രീതിയിൽ ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന ഒന്നും മാടായി പറയില്ല. ഒരു ബോർഡ്, ഒരു ശിലാഫലകം ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് മഷിയിട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കണോ ദേവസ്വത്തിന്റെ ആണെന്ന്? എങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുക? അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് എത്ര പേർക്ക് അറിയാം? ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു പ്രമുഖ സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമ്മളൊരു സുഹൃത്ത് പറഞ്ഞു, ശാന്ത നീ പറയുന്നത് ശരിയാണ്, പിന്നെ മാടായിപ്പാറ റവന്യൂ പുറമ്പോക്കാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. നമ്മളൊക്കെ അതുപോലെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രം അറിയാം അത് ദേവസ്വമാണെന്നാണ് CPM പറയുന്നത്. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അറിയാം അത് ദേവസ്വത്തിൻ്റെതാണ് എന്ന്. അത് CPM സൈബർ അണികൾ പറയാണ്. ആർക്ക് വേണ്ടിയിട്ട് അങ്ങനെ സംസാരിക്കുന്നത്? കണ്ണു തുറന്നിരുന്നാൽ എല്ലാവർക്കും വളരെ നിഷ്കളങ്കമായിട്ട് പിന്നെ ആ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കുട്ടികളുടെ പ്രായമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് വളരെ നിഷ്കളങ്കമായിട്ട് നടത്തിയൊരു സാധനം. അതിന്റെ പേരിൽ നമ്മളൊക്കെ ജമാഅത്തെ ഇസ്ലാമി ഏത് സ്റ്റിക്കർ അടിക്കാൻ വന്നാലും നമുക്ക് യാതൊരു വിരോധവും ഇല്ല. വളരെ നിഷ്കളങ്കമായിട്ട് നടത്തിയൊരു സാധനത്തെ തീർച്ചയായിട്ടും അത് ഇത്തരത്തിലുള്ള സംഗതികൾ പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോൾ RSS അതിനെ വർഗീയവൽക്കരിക്കാൻ സാധ്യത. അത് എന്ത് നടത്തിയാലും ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ സമൂഹത്തിൽ എന്ത് നടത്തിയാലും RSS പറയുന്ന വിചാരിച്ചിട്ട് സമൂഹത്തിൽ ഉണ്ടായിരിക്കാൻ പറ്റുമോ? CPM പഠിപ്പിക്കാൻ നമ്മളാരുമല്ല. പക്ഷെ എങ്കിലും അവര് ചെയ്യേണ്ടിയിരുന്നത് ഈ രീതിയിലല്ല. അത്തരത്തിലൊരു പ്രകടനം നടക്കുന്നു, ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നു. RSS ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ പോലും വളരെ നിർദോഷമായിട്ട് ചെയ്ത മാടായിപ്പാറ ആ രീതിയിൽ മനസ്സിലാക്കാതെ ചെയ്തൊരു സംഗതിയാണ്. അതിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് RSS ശ്രമിക്കരുത് എന്ന് പറയുന്നതിന് പകരം പെട്ടെന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി ബോധപൂർവമാക്കിയ എന്നുള്ള കാര്യത്തിൽ CPMകാർക്ക് യാതൊരു സംശയമില്ല. എവിടുന്നാ ഉറപ്പ് വന്നതെന്നുള്ളതാണ്.
അപ്പോ ദേവസ്വത്തിന് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുള്ള നാടകത്തെ കുറിച്ചിട്ടും ആ നാടകം കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുണ്ടാക്കിയ ആ നാടകങ്ങളൊക്കെ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം. അപ്പോ മാടായിപ്പാറയിലെ ഭൂമി ഒരുപക്ഷെ ഇപ്പൊ പറയുന്നുണ്ടാവും ഇത് നിങ്ങൾ തന്നെ ദേവസ്വം ഭൂമിയാക്കിയെന്ന്. ദേവസ്വം ഭൂമിയല്ല, ക്ഷേത്രഭൂമിന്ന്. മാടായിപ്പാറയെ ദേവസ്വം ഭൂമി എന്ന് പറയുന്നത് ഒരു റവന്യൂ അധികാരം വെച്ചിട്ട് ദേവസ്വം ഭൂമി എന്ന് വലിയൊരു പ്രദേശത്തെ പറയുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ക്ഷേത്രഭൂമി എന്ന് വിളിക്കുന്നത് കുറച്ചും കൂടി ഗുരുതരമാണ്. അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ സി ദാവൂദ് ഒക്കെ ഇത് വിശുദ്ധമായ ക്ഷേത്രഭൂമി എന്ന് പറഞ്ഞിട്ട് സി ദാവൂദ് കളിയാക്കി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് CPM-ന്റെ സൈബർ അണികൾ സി ദാവൂദിനെയൊക്കെ ആക്രമിക്കാൻ പോകുന്നത്. അതിൽ എത്രത്തോളം കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ഇട്ടിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. പെട്ടെന്ന് തന്നെ മാടായിപ്പാറയിലെ ഭൂമിയെ വിശുദ്ധ ക്ഷേത്രഭൂമിയാക്കി. കാരണം വെച്ചാൽ മാടായിപ്പാറയിലെ ഭൂമി ദേവസ്വം ഭൂമിയാണെന്ന് പറഞ്ഞോട്ടെ, പക്ഷെ അത് ക്ഷേത്രഭൂമിയാണ്. ക്ഷേത്രഭൂമി എന്നുള്ള പ്രയോഗം വളരെ ബോധപൂർവം പ്രയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു, വളരെ ബോധപൂർവം. കാരണം ഒരു ക്ഷേത്രഭൂമിക്കകത്ത് കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. പുലയുള്ളവർ പാടില്ല, വാലായ്മയുള്ളവർ പാടില്ല, ഹിന്ദുക്കൾ പ്രവേശിക്കാൻ പാടില്ല, ആർത്തവുള്ള സ്ത്രീകൾ പ്രവേശിക്കും. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലെ സാധാരണ ക്ഷേത്രങ്ങളുടെ. തീർച്ചയായിട്ടും ഈ മടായിക്കാവും വടുകുന്ന ക്ഷേത്രവും ഒക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് മുഴുവൻ ക്ഷേത്രഭൂമിയാണെങ്കിൽ ആ ക്ഷേത്രഭൂമിയിൽ ആ ചിട്ടകൾ പാലിക്കപ്പെടണ്ടേ? ആ ചിട്ടകൾ പാലിക്കപ്പെടുന്ന ഭൂമിയാണോ അത്? അല്ലല്ലോ. അപ്പൊ ക്ഷേത്രഭൂമി എന്ന് പറയുന്ന വിശേഷണത്തിന് ആ ഒരു ഭൂമിയെ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അതുവഴി വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യം വരും. തീർച്ചയായിട്ടും ക്ഷേത്രഭൂമിയിലൂടെ എങ്ങനെയാ മുസ്ലിങ്ങളെ പോവാ? ഹിന്ദു ആചാര സനാതന ധർമ്മമൊക്കെ പ്രകാരം നമ്മൾ നിഷ്കർഷിക്കുന്ന സംഗതികൾ പ്രകാരം എങ്ങനെയാണ് ആർത്തവമുള്ള സ്ത്രീകൾ പോവുക? പുല വാലായ്മയൊക്കെ ഉള്ളവർ എങ്ങനെ പോവുക? അപ്പോ ഈ ഒരു വളരെ എല്ലാവരും ഉപയോഗിച്ചിരുന്ന വളരെ സുന്ദരമായ ഒരുപാട് പാരിസ്ഥിതിക പ്രത്യേകതകളുള്ള നിരവധി പഠനങ്ങൾക്കൊക്കെ വിധേയമായ ഒരു ഭൂമിയെ, ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഭൂമിയെ, കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഒരു ഭൂമിയെ അത് ക്ഷേത്രഭൂമി എന്ന് ആവർത്തിച്ച് പറയുന്നത് പുരോഗമന വിപ്ലവ പ്രസ്ഥാനമാണെന്നുള്ളതാണ് അതിലത്തെ വളരെ ദയനീയമായ വസ്തുത. ഇനി സ്ഥലത്തിന്റെ കാര്യം വിടാം. സൈബർ അണികൾക്കും ഇത് എന്തുകൊണ്ടാണ് CPM-നെതിരെ മാത്രം പറയുന്നത് വെച്ചാൽ CPM ആണ് ഇതിൽ RSS-നേക്കാളും കൂടുതൽ കൃത്യമായ വർഗീയ കാർഡ് എടുക്കി കളിച്ചിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാന സംഗതി. സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ CPM-കാർ പറഞ്ഞ തിരുവോണം എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന്. തിരുവോണം മലയാളികളുടെ ദേശീയോത്സവമാണ്, നമ്മുടെ ഒരു സംസ്ഥാന ഉത്സവമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എല്ലാവരും ആഘോഷിക്കുന്നതാണെന്ന് പറയാറുണ്ട്. നമ്മുടെ ഇവിടെയുള്ള എല്ലാ മതസ്ഥരും അങ്ങനെയാണ് തിരുവോണം ആഘോഷിക്കുന്നത്. അത്തരത്തിൽ എല്ലാവരും എല്ലാ ആചാരങ്ങളും കെട്ടുപാടുകൾ പൊട്ടിച്ച് എല്ലാവരുടേതാകുന്ന ഒരു മനോഹര സങ്കല്പമൊക്കെ നമ്മൾ പലർക്കും ഉണ്ടല്ലോ. പക്ഷേ CPM പെട്ടെന്ന് പറയാണ് ഓണം ഹിന്ദുക്കളുടെ ഉത്സവമാണ്. അത് പറയാതെ പറയാണ്. CPM പറയാണ് ഓണം ഹിന്ദുക്കളുടെ ഉത്സവമാണ്. ഓണത്തിന് ഈ എന്തൊക്കെ അനുവദനീയമാണ്, എന്തൊക്കെ അനുവദനീയമല്ല. തിരുവോണം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ആ തിരുവോണ ദിവസമാണ് ഇവിടെ തിരുവോണ ദിവസം തന്നെ ഇവിടെ തെരഞ്ഞെടുത്തത് വളരെ ബോധപൂർവമാണ്. തിരുവോണ ദിവസം ഇനി നമ്മൾ പറയാറുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ യോഗി ആദിത്യനാഥിന്റെ ഒക്കെ സ്ഥലത്ത് രാമനവമിക്ക് മുസ്ലിങ്ങൾ പുറത്തിറങ്ങാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള, രാമനവമിക്ക് പലപ്പോഴും മുസ്ലിങ്ങളോ ഒക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കലാപങ്ങളൊക്കെ അതുപോലെ ഓണത്തിന് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത്, ഓണത്തിന് തന്നെ വേണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത് ഏതെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവോ പ്രവർത്തകരോ ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് ചോദിക്കുന്നത് ഇവിടെയുള്ള പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനം, മതേതര പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന ആളുകളാണ്. ഓണം എന്തിന് തെരഞ്ഞെടുത്തു? ഓണത്തിന് എന്തോ ഒരു പരിപാടി നടത്താൻ പാടില്ലേ? ഓണത്തിന് നമ്മുടെ നാട്ടിലെ തിരുവോണത്തിന് പലരും പല പ്രതിഷേധ പരിപാടികളും പട്ടിണി കിടന്നിട്ടൊക്കെ പ്രതിഷേധ പരിപാടികളും സമരങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കലൊക്കെ നടക്കാറുണ്ടല്ലോ, കളക്ടറേറ്റുകളിൽ പഠിക്കൽ നടക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഓണം എന്ന് പറയുന്ന ഒരു തിരുവോണത്തിന് അവർ നടത്തുന്നത്. തിരുവോണം എന്നത് അങ്ങനെ ഒരു റിലീജിയസ് ഉത്സവമായിട്ട് എപ്പോഴാണ് CPM-ന് തോന്നി തുടങ്ങിയത്? എല്ലാ ആഘോഷങ്ങളെയും ഇത്തരത്തില് സർക്കാർ തന്നെയാണല്ലോ അത്തച്ചമയ ഘോഷയാത്രയൊക്കെ നടത്തുന്നത്. അങ്ങനെ ഒരു ആഘോഷത്തെ പെട്ടെന്ന് തന്നെ ഹിന്ദുക്കളുടെ മാത്രം ദിവസമാണ്. ആ ദിവസം പലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധം മുസ്ലിങ്ങളുടെ ഒരു പ്രശ്നമാണെന്ന് ഇതുപോലുള്ള മുഖ്യധാര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുള്ള പ്രശ്നമുണ്ട്. അത് ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും, ഗാസയിലെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, അത് മനുഷ്യരുടെ മൊത്തം പ്രശ്നമാണെന്ന് ഈ വിശ്വമാനവികത പറയുന്ന ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കാ മനസ്സിലാവുക? പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓണത്തിന്റെ ദിവസം ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പ്രതിഷേധ പരിപാടി വെച്ചാൽ അതിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. അത് ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്താനൊക്കെ ആണെന്ന് പറയുന്ന ആരാണ്? CPM ആണ്, ഇടതുപക്ഷമാണ്. ഈ നിമിഷം വരെ അതിനെ തള്ളിപ്പറയാൻ CPM-ന്റെ ഭാഗമായി നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകരിൽ ഒരാൾ പോലും രംഗത്ത് വന്നോ?
CPM-ന്റെ കൂടെ കുറെ സാംസ്കാരിക പ്രവർത്തകരുണ്ടല്ലോ, സംഘിഫാസിസത്തിനെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, മനുസ്മൃതിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, അവരാരെങ്കിലും രംഗത്ത് വന്നോ ഇതുവരെ? എന്തുകൊണ്ടാണ് അത്തരത്തിൽ വളരെ നിശബ്ദരാവുന്നത് ഇവരൊക്കെ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. അവർ പറയാണ്, പിന്നെയും ആവർത്തിച്ച് പറയാണ്, ഇത് തിരുവോണം തന്നെ സെലക്ട് ചെയ്തത് ഹിന്ദുക്കളുടെ വികാരമാണ്. അതിന്റെ ഒരു മൂന്നാമത്തെ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാരത്തിന് ഇവിടെ കയറാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തു. മാടായിപ്പാറ സംരക്ഷണ സമിതി എന്നൊരു സംഘമുണ്ട്. ആ സംഘടനയിൽ തന്നെയുള്ള പലരും, ഞാൻ അതിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടറിയാം. മാടായിപ്പാറ സംരക്ഷണ സമിതിയിൽ കൃത്യമായിട്ടുള്ള ഹിന്ദു അജണ്ടയുണ്ട്. മാടായിപ്പാറയിലെ പുൽവഴികളിലൂടെ പലരും നടക്കുന്നതിന് അവർ തടയും, പക്ഷെ മുസ്ലിങ്ങൾ നടക്കുന്നതിന് കൂടുതൽ തടയും. അത് മുസ്ലിങ്ങൾ നടന്നു കഴിഞ്ഞാൽ കൂടുതൽ പുല്ലിനൊക്കെ കേടുണ്ടാവുന്ന രീതിയിലാണ്. ഇത്തരത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യപ്പെടുന്ന ആളുകളുടെ, പ്രത്യേകിച്ച് മാടായിപ്പാറ സംരക്ഷണ സമിതിയിലൊക്കെയുള്ള ആളുകളിൽ കൃത്യമായിട്ടുള്ള ഹിന്ദു അജണ്ടയുണ്ട് എന്നുകൂടി നമ്മൾ കാണണം. അതിന്റെ ഭാഗമായി നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. 3-4 ആളുകൾ, ഞങ്ങൾ 2-3 ആളുകൾ കൂടെ ചേർന്നിട്ട് ഈ മാടായിപ്പാറയിലൊക്കെ വഴി നടക്കുന്നതൊക്കെ തടയാറുണ്ട്. അവിടുത്തെ തവളയോടുള്ള സ്നേഹമായിരുന്നു, അവിടെയുള്ള ഈ ചെറിയ നീലപ്പൂക്കളോടുള്ള സ്നേഹമായിരുന്നു, ആ ബയോഡൈവേഴ്സിറ്റിയോട് സ്നേഹമായിരുന്നു. പക്ഷേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചിലർക്കെങ്കിലും അത് അങ്ങനെയല്ലായിരുന്നു എന്ന് ഇപ്പൊ തിരിച്ചറിയണം. അത് മുസ്ലിങ്ങൾ നടക്കുന്ന കുറച്ചും കൂടെ പ്രശ്നമാണ്. ഈ വെറുപ്പാണ്, ഇത്തരത്തിലുള്ള വെറുപ്പാണ് പരിസ്ഥിതി സ്നേഹത്തിന്റെ പേരിൽ പോലും ചിലരെങ്കിലും, നമ്മളൊക്കെ ഒരു പരിസ്ഥിതി സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട്, എല്ലാവരും അല്ല പറയുന്നത്, വളരെ അപൂർവം മാടായിപ്പാറ സംരക്ഷണ സമിതിയിലെ ചിലരെങ്കിലും മുന്നോട്ട് വെക്കുന്നത്. എനിക്ക് സംശയമുണ്ട്, ഈ മാടായിപ്പാറയിലെ ആദ്യത്തെ ദിവസം പോലീസ് എഫ്ഐആർ ഇട്ടു. ആ എഫ്ഐആർ ഇട്ടതിന് ശേഷമാണ് പിന്നീടാണ് ഒരു പരാതി തിരുവർക്കാട്ട് ദേവസ്വം കൊടുക്കുന്നത്. ആദ്യത്തെ ദിവസം ഈ സോഷ്യൽ മീഡിയ ചിത്രങ്ങളിലൊന്നും പരാതിയില്ല. രണ്ടാമത്തെ ദിവസം പരാതിയില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പരാതിയുടെ വാർത്ത വരുന്നത്. ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ കേസ് കൊടുത്തത്. അതിലുണ്ടോ? ഇല്ലല്ലോ. പോലീസ് സ്വമേധയാ കേസെടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് തിരുവർക്കാട്ട് ദേവസ്വത്തിന്റെ വക ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പരാതി തട്ടിക്കൂട്ടുകയാണ്. അപ്പോ സംഗതി ഇങ്ങനെയൊക്കെയാണ്. ഇത് വളരെ നമ്മള് മതേതര കേരളം, പുരോഗമന നവോത്ഥാന കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സന്ദർഭമാണ് മാടായിപ്പാറയിലുള്ളത്. കണ്ണൂർ ജില്ലയിലാണ് നടക്കുന്നതും കൂടിയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഈറ്റിലം എന്നൊക്കെ ഒരുപക്ഷെ വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ സംഘപരിവാരം പ്ലാൻ ചെയ്ത രീതിയിൽ സംഗതികൾ നടക്കുമ്പോൾ അതിന് കൈയടിക്കുകയാണ് ഭരണകക്ഷിയും മെയിൻ സ്ട്രീം മുഖ്യധാര ഇടതുപക്ഷം എന്നത് വളരെ എന്താ പറയാ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ RSS കയറി എന്നൊക്കെ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അതിന് കാരണക്കാരാണെന്നാണ്. ലോകത്തിൽ എവിടെയെങ്കിലും ഫാസിസം അധികാരത്തിൽ വന്നിട്ടുള്ളത്, ഹിറ്റ്ലറുടെ ജൂത കൂട്ടക്കൊലകൾ ഹിറ്റ്ലർ നടത്തിയിട്ടുള്ളത് ജൂതന്മാരുടെ ഫണ്ടമെന്റലിസം കൊണ്ടാണ്, ജൂതന്മാരുടെ മൗലികവാദം കൊണ്ടാണ് എന്ന് ആരെങ്കിലും ഇക്കാലത്ത് പറയുമെന്നറിയില്ല. തീർച്ചയായിട്ടും RSS ഈ രീതിയിലുള്ള ഹിന്ദുത്വ ഫാസിസം, ഇത്തരത്തിലുള്ള അവരുടെ വെറുപ്പിന്റെ പ്രചരണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് കാരണം മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളല്ല, എല്ലാ മുസ്ലിങ്ങളെയും പറയില്ല, കാരണം എല്ലാ മുസ്ലിങ്ങളെയും വോട്ട് കൊണ്ടുകൊണ്ട് ചില സംഘടനകളാണ് എന്ന് പറയുന്നത് CPM സംഘി-ഫാസിസത്തിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് CPM-ന് ഒരു പ്രസ്താവന പറഞ്ഞ പോലെ CPM-ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും മുസ്ലിം വോട്ടുകൾ കൂടെ കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടോ, ഇനി ഹിന്ദുത്വരെ കൂടി ചേർത്ത് പിടിച്ചാൽ മാത്രമേ നടക്കൂ എന്നുള്ളതുകൊണ്ടോ CPM-ന്റെ അണികൾ തന്നെ ഒരുപക്ഷെ ഒരുപക്ഷെ അല്ല, തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത്, RSS-ന് ശാഖകളുള്ളത് കേരളത്തിലാണ്. അങ്ങനെ വരുമ്പോൾ സ്വന്തം അണികൾ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. അണികൾ ഏറ്റവും കൂടുതൽ ഹിന്ദുമത വിശ്വാസികളോ ഹിന്ദു മതത്തിലെ ഉള്ള ആളുകളോ ആയിട്ടുള്ള പാർട്ടി CPM ആണ്. അപ്പോൾ സ്വന്തം അണികളെ പോലും രാഷ്ട്രീയം പഠിപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയും സ്വന്തം അണികളിൽ പോലും വളർന്നു വന്നിട്ടുള്ള RSS-ലൂടെ വളർന്നു വന്നിട്ടുള്ള ഈ ഹിന്ദു ബോധത്തെ, അല്ലെങ്കിൽ ഇസ്ലാമിക വിരോധത്തെ, ഹിന്ദുത്വ ബോധത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായി പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ അത് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു കാലത്ത് കോൺഗ്രസ് ഒക്കെ ഉത്തരേന്ത്യയിൽ പരീക്ഷിച്ചുകൊണ്ടിരുന്ന മൃദു ഹിന്ദുത്വ നിലപാടിലേക്ക് CPM കൂടി മാറുന്നു എന്നുള്ള അപകടകരമായ ഒരു വസ്തുത കൂടി മാടായി പറയുന്നുണ്ട്. ഇത്രയാണ് എനിക്ക് അത് സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെയാണ് പലരും പ്രചരണം നടത്തുന്നത് മനസ്സിലാവുന്നു. കള്ള പ്രചരണങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നുണ അവിടെയൊക്കെ കണ്ടിട്ടുള്ളൊരു നുണ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകൾ ഓടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. കുറെ ആളുകൾ ഇവിടുന്ന് കണ്ടിട്ട് ഓടിപ്പോയി, അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല. ഒരു നുണ 100 ആവർത്തിച്ചാൽ സത്യമാവും എന്ന് പറയുന്നത് പോലെ അങ്ങനെ ആരെങ്കിലും ഓടിപ്പോവുകയോ അങ്ങനെ പോലീസ് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയോ ഒന്നും ചെയ്തിട്ടില്ല.
ഇനി ഒരു നിയന്ത്രണത്തിന്റെ കാര്യം, സോറി, അനുമതി ഇല്ലാതെയാണ് പ്രകടനം നടത്തിയത് എന്ന് പറയുന്നു. ഈ അനുമതിക്ക് വേണ്ടി മാടായിപ്പാറയിൽ ഒരുപാട് പരിപാടികൾ ശാസ്ത്രാർത്ഥ പക്ഷത്ത് ഞങ്ങൾ പരിസ്ഥിതി സംഘടനകൾ ഒക്കെ തന്നെ നടത്താറുണ്ട്. ആരും അനുമതിക്ക് വേണ്ടിയിട്ട് തിരുവർക്കാട്ട ദേവസ്വത്തിന്റെ അനുമതിക്ക് വേണ്ടി പോകാറില്ല. ദേവസ്വത്തിന്റെ അനുവാദത്തോടെ ആരും ഒന്നും നടക്കാറില്ല. കാരണം ദേവസ്വത്തിന്റെയാണ് നാട്ടിലെ മുഖ്യധാര മെയിൻ സ്ട്രീം രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും വലിയ ധാരണയൊന്നുമില്ല. അത്തരത്തിൽ വളരെ നിഷ്കളങ്കമായിട്ട് നടന്ന ഒരു സാധനത്തെ ഇത്രയും വർഗീയമാക്കിയതിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് പോലും പങ്കുണ്ട് എന്നതും കേരളത്തിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്ന് വളരെ ജാഗ്രതയോടെ കേരളത്തിലെ പൊതുസമൂഹവും മതേതര സമൂഹവും അതിനെ ഇത്തരത്തിലുള്ള സംഗതികളെ വീക്ഷിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അപ്പോൾ നന്ദി.